എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളിൽ പലരെയും അലട്ടുന്നതും എന്നാൽ ആരും തുറന്ന് സംസാരിക്കാൻ മടിക്കുന്നതുമായ ഒരു വിഷയമാണ്. അതായത് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാത്ത, നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താത്ത, നിങ്ങളെ അവഗണിക്കുന്ന ആളുകളുടെ പിന്നാലെ എന്തിനാണ് പോകുന്നത്? ഇതൊരു പ്രത്യേക സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നവരെ അവഗണിച്ച് ഇഷ്ടമില്ലാത്തവരുടെ പുറകെ പോകുന്നത്? ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ പ്രധാന കാരണം കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊരു തോന്നലാണ്. നമുക്ക് ലഭിക്കാത്ത ഒന്നിനോട് നമുക്കെപ്പോഴും വലിയൊരു ആകർഷണമുണ്ടാകും. ഒരു വ്യക്തി നമ്മളെ നിരസിക്കുമ്പോൾ അവർക്ക് വലിയ വില കൽപ്പിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാകും. അവരെ സ്വന്തമാക്കുക എന്നത് ഒരു വെല്ലുവിളിയായി മനസ്സ് ഏറ്റെടുക്കുകയും ചെയ്യും. നമ്മുടെ തലച്ചോറ് ഇതിനെ ഒരു കളിയായിട്ടാണ് കാണുന്നത്. അവരെ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ വിജയം നേടാനായി ഓടുന്ന ഒരു ത്രില്ല് നമുക്ക് അനുഭവപ്പെടും. ഈ ആകാംക്ഷയും അഡ്രിനാലിൻ റഷും നമ്മെ വീണ്ടും വീണ്ടും ആ വ്യക്തിയുടെ പിന്നാലെ പോകാൻ പ്രേരിപ്പിക്കും. ഇത് യഥാർത്ഥത്തിൽ ഒരു സ്നേഹമല്ല, മറിച്ച് ഒരുതരം ചേസിങ് മാത്രമാണ്. നമ്മളെ സ്നേഹിക്കാത്ത ഒരാൾ നമ്മളെ അംഗീകരിക്കുമ്പോൾ അത് നമ്മുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുമെന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അതായത് ഇത്രയും നല്ല ഞാൻ എന്നെ സ്നേഹിക്കാത്ത അവരെ കൊണ്ട് പോലും യെസ് പറയിപ്പിച്ചാൽ ഞാൻ ശരിക്കും വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണെന്ന് ആളുകൾ കരുതും എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇൻസെക്യൂരിറ്റീസ് നികത്താനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ആ വ്യക്തി നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മൾ സ്നേഹിക്കപ്പെടാൻ യോഗ്യരാണ് എന്ന് നമുക്ക് സ്വയം തോന്നുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ മൂല്യം നമ്മളിൽ തന്നെയാണുള്ളത്. മറ്റൊരാളുടെ യെസ് ആവശ്യമില്ല നമ്മുടെ മൂല്യം നിർണ്ണയിക്കാൻ എന്ന് ചിന്തിക്കുന്നിടത്ത് ഈ പ്രശ്നം തീരും. നമ്മുടെ ഇഷ്ടമില്ലാത്ത തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നിൽ കുട്ടിക്കാലത്തെ ചില അനുഭവങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മളെ വൈകാരികമായി ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ സ്നേഹം നൽകാതിരുന്ന രക്ഷാകർത്താക്കളോ സഹോദരങ്ങൾക്കൊപ്പമോ ആയിരിക്കാം നമ്മൾ വളർന്നിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഇമോഷണലി അൺഅവൈലബിൾ പീപ്പിളിൻ്റെ പുറകെ പോകുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പരിചിതമായ ഒന്നായി തോന്നുകയും ചെയ്യും. ആരോഗ്യകരമായ ഒരു ബന്ധം നമുക്ക് ബോറായി തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ആകാംക്ഷയോ വൈകാരികമായ ഉയർച്ച താഴ്ചകളോ അതിലുണ്ടാകില്ല. നമ്മളുടെ മനസ്സ് സോൾവ് ചെയ്യാൻ ശ്രമിക്കാത്ത ആ പഴയ മുറിവിനെ പരിഹരിക്കാൻ വേണ്ടി സമാനമായ സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും തേടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ യഥാർത്ഥത്തിലുള്ള ആരോഗ്യകരമായ ഒരു ബന്ധത്തെ നമ്മൾ ഭയപ്പെടുന്നുണ്ടാകാം. നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായി ബന്ധമുണ്ടാക്കുമ്പോൾ അത് കൂടുതൽ ഇൻറ്റിമസിയിലേക്ക് പോയേക്കാം. ആ അടുപ്പം നമ്മളെ മുറിപ്പെടുത്തുമോ എന്നൊരു ഭയവും നമ്മുടെ ഉള്ളിലുണ്ടാകാം. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കാത്തവരുടെ പിറകെ പോകുന്നത് ഒരു സുരക്ഷിതമായ ഇടമായിട്ട് നമ്മൾ കാണുന്നു. ഇത് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. കാരണം ആ ബന്ധം ഒരിക്കലും പൂർണ്ണമായും സെറ്റാവില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ പൂർണ്ണമായി മനസ്സും ജീവിതവും ഒരാൾക്ക് നൽകേണ്ടി വരുന്ന ഒരു ബന്ധനത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണെന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുകയും ചെയ്യും. ഇതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം സ്വയം തിരിച്ചറിയുക എന്നതാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്വയം ചോദിക്കുക. ഇത് അംഗീകാരത്തിന് വേണ്ടിയാണോ അതോ ഒറ്റപ്പെടലിനെ ഭയന്നിട്ടാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക. രണ്ടാമത്തേത് ആത്മാഭിമാനം വളർത്തുക. മറ്റൊരാൾ സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാകുകയുള്ളൂ എന്ന ചിന്ത മാറ്റുക. നിങ്ങളുടെ കഴിവുകളിലും സ്വഭാവത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തയ്യാറാവുക. മൂന്നാമത്തേത് ബൗണ്ടറീസ് നിശ്ചയിക്കുക. നിങ്ങൾക്ക് കിട്ടേണ്ട ബഹുമാനം, സ്നേഹം എന്നിവയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം. അത് തരാത്തവരെ ഒഴിവാക്കാൻ ധൈര്യം കാണിക്കണം. 4, തെറാപ്പി തേടുക. അതായത് ഈ രീതിയിലുള്ള പെരുമാറ്റ രീതികൾക്ക് പിന്നിൽ ആഴത്തിലുള്ള നമ്മുടെ വൈകാരികമായ പ്രശ്നങ്ങൾ ഒരു തെറാപ്പിസ്റ്റിനെ കണ്ട് സംസാരിക്കുന്നത് നല്ലതാണ്. സ്നേഹം എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ കിട്ടുകയും കൊടുക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. ഒരു വശത്തേക്ക് മാത്രം ഒഴുകുന്ന നദി പോലെയാകരുത് നിങ്ങളുടെ ജീവിതം. നിങ്ങളെ തിരികെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്ന, നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അർഹിക്കുന്നത്. ചേസിങ്ങിൻ്റെ ആ ത്രില്ല് ഒരു താൽക്കാലിക സന്തോഷം മാത്രമാണ്. അത് ആരോഗ്യകരമായ ഒരു ബന്ധത്തിന് പകരമാവില്ല. ഇന്നു മുതൽ നിങ്ങളുടെ ഊർജവും സ്നേഹവും നിങ്ങളെ വിലമതിക്കാത്ത ആളുകൾക്ക് വേണ്ടി പാഴാക്കാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഉപയോഗിക്കുക. നിങ്ങൾ സ്വയം സ്നേഹിക്കുമ്പോൾ യഥാർത്ഥ സ്നേഹം നിങ്ങളെ തേടിയെത്തും.